ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു കേതൽ അച്ചാറിട്ടാലോ. ട്യൂണ അതിൻ്റെ വകഭേദമല്ലേ കേതൽ, അതെ, ട്യൂണയുടെ അച്ചാർ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ഒരാഴ്ച കഴിക്കാനുള്ള അച്ചാർ റെഡി. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കേതൽ നല്ല ക്യൂബായിട്ട് അലുവ പോലെ മുറിച്ചെടുത്തു. ഒരു 50 ഗ്രാമോളം പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. ഒരു 50 ഗ്രാം വെളുത്തുള്ളി, അതേപോലെ ഒരു 50 ഗ്രാമോളം ജിഞ്ചർ, അതായത് ഇഞ്ചി. പിന്നെ വേണ്ട കുറച്ച് കറിവേപ്പില, ഓയിൽ, നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കടുക്, ഉലുവ, മുളക്, മഞ്ഞൾ, ഇതൊക്കെ വേണം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അപേക്ഷിക്കാം. നമുക്കത് ഇവനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സൈഡിൽ ഇരിക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഏകദേശം 1 സ്പൂണ്, വലിയ സ്പൂൺ കേട്ടോ, അതിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. മാരിനേഷൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് വെക്കുകയാണേ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഏകദേശം 30 മിനിറ്റായി. നമുക്ക് കേതലിനൊന്ന് വറുത്തെടുക്കാം. അതിനോട്ട് സ്റ്റവ് വെച്ചു, സ്റ്റവ് എടുക്കാം. അതിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കുകയാണേ. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചട്ടി വേണമെങ്കിൽ തിരിച്ചിട്ടേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ വറുക്കുന്ന എണ്ണ തന്നെ അച്ചാർ ഉണ്ടാകും കേട്ടോ. എണ്ണ വേസ്റ്റായി പോകില്ല. പാത്രം ചൂടായി. നല്ലെണ്ണ ഏകദേശം 200 ഗ്രാമോളം നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ നമുക്കൊരു 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയിടാം. ഇളക്കി കൊടുക്കുമ്പോൾ നോക്കണം, ഉടഞ്ഞു പോകാതെ ഇളക്കി ഡീപ് ഫ്രൈ പോലെ ഇടാം. ഇനി നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ, ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. അങ്ങനെ തിരിച്ച് മറിച്ച് വെക്കിട്ട് നമുക്കിതിനെ ശരിക്ക് ഫ്രൈ ചെയ്തിട്ട് ഇടാം. ഒരു 8-10 മിനിറ്റ് എടുക്കും കേട്ടോ. ഏകദേശമായിട്ടുണ്ട്. നമുക്കിതിനെ കോരിയിടാം. നമുക്കിതൂടെ വറുത്ത് കോരിയെടുക്കാം. അപ്പം നമുക്ക് ഈ രണ്ടാമത്തെ കൂടെ വറുത്ത് കോരിയെടുത്ത് കാണാം. ഇതിന് രണ്ടാമത്തതും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. എന്തെങ്കിലുമൊക്കെ മട്ട കൊണ്ട് കോരിയെടുത്ത് വെക്കാം. ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേ. എണ്ണ ചൂടാൻ വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ കടുക്. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ച 50 ഗ്രാം ഇഞ്ചി, ഇപ്പോൾ നമ്മുടെ 50 ഗ്രാം വെളുത്തുള്ളി, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ എടുത്ത് വെച്ച പച്ചമുളക്, അത് ഏകദേശം 50 ഗ്രാം ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പച്ചമണം മാറുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. ഇത് രണ്ടും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. 2 അല്ല, ഇത് 3 കണ്ടില്ലേ, വെള്ളമൊക്കെ പോയി പച്ചമുളകൊക്കെ ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില, കറിവേപ്പിലയോട് ശ്രദ്ധിക്കണം, വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പം കറിവേപ്പിലയും ഉണങ്ങി. നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കി ചേരുവകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ എണ്ണ ഇറങ്ങണം കേട്ടോ. ഒരു 1/2 സ്പൂണോളം ഉലുവപ്പൊടി, 1/2 സ്പൂണോളം കായം. ആ കായത്തിൻ്റെ സുഗന്ധം കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ്
അഴുകുന്നുണ്ടോ അതോ കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂൺ. മുളക് പൊടി കാശ്മീരിയാണ്, അതേ സ്പൂണിന് തന്നെ ഒരു 5 സ്പൂൺ ഇടുന്നുണ്ട്. 2, 3, 4, 5. എരിവിന് വേണമെങ്കിൽ ഒന്ന് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 6 സ്പൂൺ കാശ്മീരി ചില്ലി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കരിഞ്ഞ പോലെ നമ്മുടെ തീ കുറച്ചിട്ടത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു തവി ഏകദേശം ഒരു മൊത്തം 100 ml വേണം കേട്ടോ. ഒരു 100 ml വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെയുണ്ട്. ഉപ്പ് കുറവാണ്. എന്നാലും അച്ചാറിൽ ഇച്ചിരി ഉപ്പൊക്കെ മുമ്പ് നിൽക്കണം, എന്നാലേ ഒരു അച്ചാറാകുള്ളൂ. ഒരു 25 ml വിനെഗറും കൂടെ ആഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന കേത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കേതലച്ചാർ. ഇതിലേക്ക് കുറച്ചുകൂടെ കായ ചേർത്ത് കൊടുക്കും. കായ അപ്പോൾ നമ്മുടെ അച്ചാർ ഫൈനലായി. അങ്ങനെ ഈസി അല്ലേ? വളരെ ഈസിയാണ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ കേതലച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, ഒന്ന് ട്രൈ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്കായിട്ടും ഷെയറായിട്ടും കാട്ടെ. ഇന്നത്തെ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇസ്മിക്കോ സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു.